Hello everyone, welcome to English Flight. ഇന്ന് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന രണ്ട് പ്രപ്പോസിഷൻസ് ആണ് ഫോറും ടു എന്ന് പറയുന്നത്. അതായത് ഈ ഫോറിനും ടൂനും സെയിം മീനിങ് ആണെന്നാണ് പലരും ഇൻ്റർപ്രറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ചില റെയർ കേസസിൽ മാത്രമാണ് അതിന് സെയിം മീനിങ് വരാറുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഫോറിനും ടൂവിനും സെപ്പറേറ്റ് മീനിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എന്താണ് ഫോറിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്ന് നോക്കാൻ പോവാണ്. സോ ടുഡേ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ദ പ്രപ്പോസിഷൻ ഫോർ ഫോർ. അപ്പോൾ ഫോർ എന്ന വേർഡിൻ്റെ എക്സാക്റ്റ് മീനിങ് വരുന്നത് വേണ്ടി എന്നാണ്. നമ്മൾ കോമൺലി പറയുന്നതല്ലേ, നിനക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നൊക്കെ. അതായത് ഇത് മലയാളത്തിലോട്ടാക്കി പറഞ്ഞു കഴിയുമ്പോൾ ഈ ബുക്ക് അവന് വേണ്ടിയാണ്. ദിസ് ബുക്ക് ഈസ് ഫോർ ഹിം. അറ്റ് ദ സെയിം ടൈം ഈ ചോക്ലേറ്റ് അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഐ ബോട്ട് ദിസ് ചോക്ലേറ്റ് ഫോർ ഹെർ. കണ്ടോ, ഈ ഫോർ വരുന്നത് വേണ്ടി എന്നുള്ള എക്സാക്റ്റ് മീനിങ് വരാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ അവന് വേണ്ടി എന്ന് പറയാം, അവൾക്ക് വേണ്ടി എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് വേണ്ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഡിഡ് ഇറ്റ് ഫോർ മൈ സെൽഫ്. ഇത് എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, ഐ ഡിഡ് ഇറ്റ് ഫോർ മൈ സെൽഫ്. അപ്പോൾ വേണ്ടി എന്ന മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ കണക്ഷൻസ് ഒന്നും ഫോറിന് വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം പ്രപ്പോസിഷൻ ഓഫ് ടു എന്ന് പറയുമ്പോൾ അത് 4 കോണ്ടെക്സ്റ്റാണ് ഡീൽ ചെയ്യുന്നത്. അതായത് 4 സാഹചര്യങ്ങളിൽ നമുക്ക് ടു യൂസ് ചെയ്യാൻ പറ്റും. സോ ആ 4 കോണ്ടെക്സ്റ്റുകൾ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്ഷൻ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഞാൻ കടയിലേക്ക് പോവുകയാണ്. ഇവിടെ വരുന്ന ഈ ലേക്ക് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ഇംഗ്ലീഷ് ഫോമാണ് ടു എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടൈം ഓർ നമ്പർ. ഏതെങ്കിലും ഒരു നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ വയ്ക്കുന്ന സമയത്ത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്ന് പറയാറില്ലേ. അതായത് ഇറ്റ്സ് ഫ്രം 10 to 11 PM. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ടൈം ഓർ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, ടു ബി. ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാൻ. ഇത് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഐ വാണ്ട് ടു ബി എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹം. ഐ വാണ്ട് ടു ബി എ ഡോക്ടർ. ഐ ട്രൈഡ് ടു ബി സ്മാർട്ട്. എനിക്ക് സ്മാർട്ട് ആകാൻ ഞാൻ ശ്രമിച്ചു, ഇല്ലെങ്കിൽ ഞാൻ സ്മാർട്ട് ആകാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് ടു ബി സ്മാർട്ട്. ഫോർത്ത് വൺ ആണ് യൂസ്ഡ് ടു. യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഹാബിറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് പാസ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 10-20 വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ ഡെയിലി ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കാനാണ് പാസ്റ്റ് ഹാബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ ഉണർന്നാൽ തന്നെ ആദ്യം എന്താ ചെയ്യുക? മേ ബി ബ്രഷ് ചെയ്യുന്നവരാണെങ്കിൽ ബ്രഷ് ചെയ്യും, അല്ലെങ്കിൽ ബെഡ് കോഫി കുടിക്കുന്നവരാണെങ്കിൽ ബെഡ് കോഫി കുടിക്കും. മേ ബി ബെഡ് കോഫി കുടിക്കുന്നവരാണെങ്കിൽ അവർക്കതൊരു പാസ്റ്റ് ഹാബിറ്റ് ആയിരിക്കും. കാരണം അവർ മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നോക്കുന്നത് ആ ഒരു ബെഡ് കോഫിക്കായിരിക്കും. അപ്പോൾ ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് എ ബെഡ് കോഫി എവറി ഡേ. സോ ഇറ്റ് ഈസ് എ പാസ്റ്റ് ഹാബിറ്റ്. അപ്പോൾ പാസ്റ്റ് ഹാബിറ്റ്സിനെ പറയാൻ നമ്മൾ യൂസ്ഡ് ടു എന്നാണ് യൂസ് ചെയ്യുന്നത്. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് കോഫി. ഐ യൂസ്ഡ് ടു റീഡ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഈ 4 കോണ്ടെക്സ്റ്റുകളിലായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രപ്പോസിഷൻ ഓഫ് ടു യൂസ് ചെയ്യുന്നത്. വൺസ് മോർ, ഫസ്റ്റ് വൺ ഡയറക്ഷൻ, സെക്കൻഡ് വൺ ടൈം ഓർ നമ്പേഴ്സ്, തേർഡ് വൺ ടു ബി, ആൻഡ് ഫോർത്ത് വൺ യൂസ്ഡ് ടു. താങ്ക് യു.